നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ആ അവസ്ഥകളെ മറികടക്കുവാൻ പരിശ്രമിക്കാതെ ആ അവസ്ഥകൾക്ക് കാരണമായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും പഴിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ശിഷ്യന്മാരിൽ നാം കാണുന്നതും ഈ ഒരു മനോഭാവമാണ്. ജന്മന അന്ധനായ ഒരുവനെ കാണുമ്പോൾ അവർ യേശുനാഥനോട് ചോദിക്കുന്നത്, ആരുടെ പാപനിമിത്തമാണ് ഇവൻ അന്ധനായി തീർന്നത്? അവരെ തിരുത്തിക്കൊണ്ട് യേശുനാഥൻ പറയുന്നത്, ആരുടെയും പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകുവാൻ, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ ദൈവം നമുക്ക് സഹനങ്ങളും വേദനകളും അനുവദിക്കുമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:71, ദുരിതങ്ങൾ എനിക്ക് വിനയായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ എന്ന് നാം വായിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 2:5 നാം വായിക്കുന്നത്, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സഹനങ്ങളിലും വേദനകളിലും നാം ദൈവത്തിലേക്ക് അടുക്കുമെന്നും സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയുമാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതും എന്ന ഒരു സത്യമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നാം കടന്നു പോകുമ്പോൾ ധൂർത്തപുത്രൻ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുകയും ദൈവത്തിലേക്ക് തിരികെ വരികയും ചെയ്തത് അവൻ്റെ സന്തോഷങ്ങളിലല്ല, സുഹൃത്തുക്കളിലൂടെയല്ല, മറിച്ച് അവൻ്റെ സഹനങ്ങളിലും വേദനയിലും പട്ടിണിയിലുമാണ് പിതാവിൻ്റെ സ്നേഹം അവൻ തിരിച്ചറിയുന്നതും പിതാവിലേക്ക് തിരികെ പോകുന്നതും. അതുപോലെ തന്നെ നമ്മളിൽ ഭൂരിഭാഗം പേരും ദൈവത്തോടും ദേവാലയത്തോടും അടുത്തത് നമ്മുടെ സഹനങ്ങളിലും വേദനകളിലും തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ആ ജന്മനായ അന്ധനെ ദൈവം സുഖപ്പെടുത്തുന്നതിലൂടെ ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സഹനങ്ങളിലും വേദനകളിലും നമ്മെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്, മറിച്ച് നമ്മെ കൃത്യസമയത്ത് സഹായിക്കുന്ന, കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന ബോധ്യമാണ്. 1 പത്രോസ് 5:10 നാം വായിക്കുന്നു, ദൈവം അല്പസമയത്തെ സഹനങ്ങൾക്ക് ശേഷം നിങ്ങളെ പൂർണ്ണരാക്കുകയും ശക്തിപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. വെളിപാടിൻ്റെ പുസ്തകം 21:4, അവൻ നിന്റെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ നകലാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ അന്ധനെ സുഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ദൈവം പരിഹാരം നൽകുന്നതും നമ്മെ അനുഗ്രഹിക്കുന്നതും. ഈ ഒരു ബോധ്യം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46:1 നാം വായിക്കുന്നു, ദൈവമാണ് എൻ്റെ ശക്തിയും പരിചയം, എൻ്റെ കഷ്ടതകളിൽ അവിടെ നിനക്ക് സുനിശ്ചിതമായ കോട്ടയാണ്. നമ്മുടെ സഹനങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കാം, സഹനങ്ങളില്ലാതിരിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കാം. അങ്ങനെ സഹനങ്ങളിൽ ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തിൽ നകലാതെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എന്നൊരു ബോധ്യവും നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം വചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. എന്തുകൊണ്ട് നാം വചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചന പുസ്തകം 40:8 നാം വായിക്കുന്നു, പുല്ലുകരിയുന്നു, പുഷ്പം വാടുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കുകയും ഈ ഒരു ദിവസം മുഴുവൻ ജീവിത വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. കാരണം നമ്മുടെ ജീവിത വിശുദ്ധിക്ക് ദൈവം ഒരുപാട് പ്രാധാന്യം നൽകുന്നു എന്ന ബോധ്യത്തോടുകൂടെ വിശുദ്ധിയിൽ വ്യാപരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരുന്നതുമെന്നും നാം മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദവും സംരക്ഷണവും സഹായവും നമുക്ക് യാചിക്കുകയും ചെയ്യാം. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സഹനങ്ങളും കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹമാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.